പ്രിയ സഹോദരങ്ങളെ, ഈ ആഴ്ച മുതൽ തുടർന്നുള്ള ചില ആഴ്ചകളിൽ ഞാൻ അയക്കുന്ന മെസ്സേജുകൾ മിനിസ്ട്രിയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു സെമിനാറിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് അതിൽ പ്രധാനമായും ദൈവവേലക്കാരെ ഊന്നിക്കൊണ്ടാണ് അതിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയോജനകരമായതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കുമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് കേൾക്കും. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുത്ത് വന്നു, കർത്താവെ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയില്ല. രണ്ട് വ്യക്തികളെയാണ് നമ്മളിവിടെ കണ്ടത്, മാർത്തയും മറിയയും. അവർ സഹോദരിമാരാണ്. കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലുള്ള ഒരു കുടുംബം. അവരുടെ സഹോദരനാണ് ലാസർ. ആ കുടുംബമായിട്ട് യേശുവിന് വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. ഇവിടെ ഈ മാർത്തയെയും മറിയയെയും നമ്മൾ ഒന്ന് പഠിക്കുന്നത് നമ്മൾ ഇത്രയും സമയം പറഞ്ഞ കാര്യത്തിന് നല്ലൊരു ഉദാഹരണമാണ്. രണ്ട് രീതിയിൽ നമ്മുടെ ജീവിതം ആകാം. ഒന്ന്, മിനിസ്ട്രി ഓറിയന്റഡ് ലൈഫ്, ശുശ്രൂഷ കേന്ദ്രീകൃത ജീവിതം. മറ്റൊന്ന്, ക്രൈസ്റ്റ് ഓറിയന്റഡ് ലൈഫ്, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം. ഒന്ന്, ശുശ്രൂഷ കേന്ദ്രീകൃത ജീവിതം. രണ്ട്, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം. ഇത് രണ്ടും നമുക്ക് നയിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ മാർത്തയുടെയും മറിയയുടെയും ജീവിതത്തിൽ മാർത്ത എപ്പോഴും ശുശ്രൂഷ കേന്ദ്രീകൃത ജീവിതം നയിച്ചവളാണ്. അവളുടെ ജീവിതത്തിലെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ശുശ്രൂഷയാണ്. എന്തുകൊണ്ടാണ് ദൈവദാസന്മാർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തത്? ഞാൻ ഇവിടെ നിന്ന് വെറുതെ പറയല്ല, എന്നോട് ദൈവദാസന്മാർ ഷെയർ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാൻ അവർക്ക് സമയമില്ല. എന്താ കാരണം? ശുശ്രൂഷ. ഒരു ചെറിയ ബാലൻ, അവന് ഒരു കിളിക്കുഞ്ഞിനെ കിട്ടി, വലിയ സന്തോഷമായി. ഈ കിളിക്കുഞ്ഞിനെ അവൻ വളർത്താൻ തീരുമാനിച്ചു. കൂട് വേണം. അപ്പോൾ ഒരു കൊട്ടയുടെ അടിയിൽ ഈ കിളിക്കുഞ്ഞിനെ അടച്ചു വെച്ചിട്ട് ഇവൻ പോയി ഒരു കിളിക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങി. രാവിലെ തുടങ്ങിയ പരിശ്രമം രാത്രിയായപ്പോഴാണ് തീരുന്നത്. അങ്ങനെ ഏകദേശം രാത്രിയായപ്പോൾ ഒരു കിളിക്കൂട് തയ്യാറായി. ഇവർ ഈ കിളിക്കുഞ്ഞിനെ ഈ കിളിക്കൂടിൽ ഇടാൻ വേണ്ടി ചെന്ന് കൊട്ട പൊക്കി നോക്കിയപ്പോൾ അടിയിൽ ഈ കിളിക്കുഞ്ഞ് ചത്ത് കിടക്കുന്നു. കാര്യം, ഇവൻ ഈ കിളിക്കുഞ്ഞിന് വേണ്ടി കൂടുണ്ടാക്കാനുള്ള പരിശ്രമത്തിൽ ഈ കിളിക്കുഞ്ഞിനെ മറന്നു. കിളിക്കുഞ്ഞിന് വെള്ളമോ ഭക്ഷണമോ കൊടുത്തില്ല. കർത്താവിനെ ശുശ്രൂഷിക്കാൻ എന്ന പേരിൽ നമ്മൾ തിരക്കിട്ടോടുമ്പോൾ നമ്മൾ മറക്കുന്നത് കർത്താവിനെയാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറയുമ്പോൾ ഞാൻ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നതാണ് അതിനർത്ഥം. എൻ്റെ തലയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ സിമ്പിൾ മലയാളമാണ് മരിച്ചുപോയി. എൻ്റെ തലയുമായിട്ടുള്ള ശരീരത്തിൻ്റെ ബന്ധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ മരിച്ചു. പ്രാർത്ഥിക്കാൻ എനിക്ക് സമയമില്ല, വേദപുസ്തകം ധ്യാനിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം, എൻ്റെ ശുശ്രൂഷ തകർന്നു എന്നാണ്. പിന്നെ നാം ശുശ്രൂഷ ചെയ്യുന്നില്ലേ? ഈ ശുശ്രൂഷ ചെയ്യാൻ, ഈ ശുശ്രൂഷ എന്ന് ഞാൻ പറയുമ്പോൾ ഇൻവെർട്ടഡ് കോമേഴ്സിലാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമൊന്നും വേണമെന്നില്ല. ജഡത്തിൻ്റെ ശക്തി കൊണ്ട് ശുശ്രൂഷ ചെയ്യാം. യേശുവിൻ്റെ കാലത്ത് പരീശന്മാരും സദൂക്യരും മഹാപുരോഹിതന്മാരും ഒക്കെ എങ്ങനെയാ ശുശ്രൂഷ ചെയ്ത്? അവരുടെ ഭാഷയിൽ യേശുവിനെ ക്രൂശിച്ചോ കൊന്നതും ശുശ്രൂഷയാണ്. അതൊക്കെ എങ്ങനെ ചെയ്തത്? ആത്മാവിൻ്റെ സഹായത്താലാണോ? ജഡത്തിൻ്റെ പ്രേരണ, ജഡത്തിൻ്റെ ഉത്സാഹം. അതുകൊണ്ടാണ് നമുക്ക് റിപ്പോർട്ട് വലിയ ഇമ്പോർട്ടൻ്റ് ആയിത്തീരുന്നത്. പലരും മിനിസ്ട്രി ചെയ്യുന്നത് റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയാണ്. റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയാണ് മിനിസ്ട്രി ചെയ്യുന്നത്.
ഏതെങ്കിലും കുഷ്ഠരോഗ ആശുപത്രിയിൽ ഒരു ചാരിറ്റബിൾ വർക്കിന് പോകുന്നതിന് മുമ്പ് അവർ ഉറപ്പാക്കും ഫോണിലെ വീഡിയോ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഫോണിലെ ക്യാമറ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. അതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മളൊരു മിനിസ്റ്റർ ചെയ്യാൻ പോയ സമയത്ത് സാഹചര്യത്തിനനുസരിച്ച് ഒരു ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഫോട്ടോ മിനിസ്ട്രി, നമുക്ക് മിനിസ്റ്റർ ചെയ്യാൻ, ഞാൻ പറഞ്ഞല്ലോ മിനിസ്ട്രി എന്നുള്ള ഇൻവെർട്ടഡ് കോമാസിലുള്ള മിനിസ്ട്രി ചെയ്യാൻ എപ്പോഴും ആത്മാവിൻ്റെ ശക്തി വേണമെന്നില്ല. ശരിയായ മിനിസ്ട്രി ആത്മാവിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ജഡത്തിൻ്റെ പ്രേരണ കൊണ്ടും അനേക കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഇവിടെ മാർത്ത എപ്പോഴും കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്നവളായിരുന്നു. മറിയ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുന്നവളായിരുന്നു. അപ്പം നമ്മൾ ഈ വായിച്ച ആ ഭാഗത്ത് അത് ഒരിക്കൽ സംഭവിച്ചൊരു കാര്യമല്ല. അതായത് മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കുന്നു, മറിയ യേശുവിൻ്റെ പാദമെടുത്തിരിക്കുന്നു. ഇത് പെക്യുലറായിട്ട് സംഭവിച്ച ഒരു കാര്യമല്ല. മാർത്തയുടെ ജീവിതമേ അത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്ത്, ലാസറോ അവനോട് കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. അവിടെയും മാർത്ത ശുശ്രൂഷിക്കുന്നു. മറിയ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നിട്ട് അവനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. 2 പ്രവൃത്തികൾ. ഈ 2 സംഭവത്തിലും ആരെയാണ് യേശു കമന്റ് ചെയ്യുന്നത്? 2 പ്രവൃത്തിയിലും 2 സംഭവങ്ങളിലും യേശു മാർത്തയല്ല മറിയയാണ് പുകഴ്ത്തി പറയുന്നത്. ഇവിടെ യേശു പറയുകയാണ്, അവളെ വിടുക, എൻ്റെ ശവസംസ്കാരത്തിനായി അവൾ ഇത് ചെയ്തു എന്നിരിക്കട്ടെ. 2 നമ്മുടെ മുൻപിലുള്ള തെരഞ്ഞെടുപ്പുകളാണ്. വേണമെങ്കിൽ മിനിസ്ട്രിക്ക് വേണ്ടി ജീവിക്കാം, അല്ല കർത്താവിന് വേണ്ടി ജീവിക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് മിനിസ്ട്രി. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം. അവിടെ മറിയ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവൻ്റെ വായ്മൊഴികൾ കേട്ടുകൊണ്ടിരുന്നു. 40-ാമത്തെ വാക്യം. മാർത്തയോ പലവിധ ശുശ്രൂഷകളാൽ കുഴഞ്ഞുപോയി, ക്ലേശിച്ചുപോയി. എങ്ങനെയാണ് കർത്താവിനെ ശുശ്രൂഷിച്ചിട്ട് ക്ലേശിച്ചു പോകുന്നത്, അല്ലെ കുഴഞ്ഞു പോകുന്നത്? അതിന് ലോജിക്ക് എന്ന് പറയാമോ, അല്ലെ ചിന്തിക്കാമോ? കർത്താവിനെ ശുശ്രൂഷിച്ച് കുഴഞ്ഞു പോയാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിനെ ശുശ്രൂഷിച്ച് ഫെഡപ്പായി, മതിയായേ ജീവിതം എന്നാണോ പൗലോസ് പറയുന്നത്? പത്രോസ് അതാണോ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് പല ദൈവദാസന്മാർക്കും അവരുടെ മക്കളെ ദൈവവേലയ്ക്ക് അയക്കാൻ താല്പര്യമില്ലാത്തത്? ദൈവവേലയ്ക്ക് പോകാത്തവരെ കുറ്റം ഞാൻ പറയുകയില്ല, അത് അവരവരുടെ കോളിംഗ് ആണ്. ദൈവം ചിലരെ പാസ്റ്റർ മക്കളായാലും അവരെ ദൈവവേലയ്ക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഞാനൊരു ദൈവവേലക്കാരനാണ്. ഞാൻ എൻ്റെ മക്കളെ ദൈവവേല ചെയ്യാൻ എത്ര പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? എന്താ കാര്യം? ഞാനോ പെട്ടുപോയി, ഇനി എൻ്റെ മക്കൾക്കെങ്കിലും നല്ല ഭാവി ഉണ്ടാകണം. അയ്യോ, ദൈവവേലയ്ക്ക് ആരും വരല്ലേ. ശുശ്രൂഷിച്ച് കുഴഞ്ഞുപോയി, ക്ലേശിച്ചവളായി, കർത്താവിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലല്ലാതെ സ്വന്തമായി കാര്യങ്ങളെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് ഈ കുഴച്ചിൽ, ഈ മടുപ്പ്, ഈ തളർച്ച. ജീവിതത്തിൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന മടുപ്പോ തളർച്ചയോ കുറിച്ചല്ല, അതെല്ലാവർക്കും ഉണ്ടാകും. അല്ല, പൊതുവെ ശുശ്രൂഷ ചെയ്ത് മടുക്കുകയാണ്, തളരുകയാണ്, കുഴയുകയാണ്.
40-ാമത്തെ വാക്യം. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്ന്, കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ ഈ സഹായിക്കുവാൻ. മാർത്ത പറഞ്ഞ ഇതിന് നമ്മൾ പറയുന്ന വാക്ക് എന്താണ്? മാർത്ത വന്ന് യേശുവിന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പരാതി പറയുന്നു. കംപ്ലൈന്റ്. ആർക്കാണ് കംപ്ലൈന്റ്? അടുക്കളയിൽ കർത്താവിന് വേണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ ഇതിൽ കുറച്ചൊരു ഭാവന ചേർക്കുകയാണ്, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മാറ്റിക്കൊണ്ടല്ല, നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. മാർത്ത അടുക്കളയിലാണ് ചിന്തിക്കുക. അപ്പോൾ യേശുവിന് വേണ്ടി അത്യുദ്ധാനം ചെയ്യുകയാണ്. ഒറ്റയ്ക്ക് പണിയെടുക്കുക. പഴയ കാലമാണ്, ഇന്നത്തെ പോലെ ഗ്യാസ് ഒന്നുമില്ല, അടുപ്പ് കത്തിക്കണം, അങ്ങനെ ഭക്ഷണം ഇങ്ങനെ പാചകം ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ കണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നോട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രോത്സാഹനം വേണം. പ്രോത്സാഹനം. ആർക്ക് പ്രോത്സാഹനം? ആത്മാവിനോ? ആത്മാവിന് അങ്ങനെ പ്രോത്സാഹനം വേണ്ട. ഏത്? ഈ പ്രോത്സാഹനം വേണ്ട. ആത്മാവിന് വേണ്ട പ്രോത്സാഹനം ദൈവത്തിൽ നിന്നാണ്. ഇത് ജഡത്തിനാണ് വേണ്ടത്. ഈ പ്രോത്സാഹനം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അത് ബൂസ്റ്റ് ചെയ്യുന്ന, ആർക്ക് ബൂസ്റ്റ് ചെയ്യുന്നത്? ദൈവം നമ്മുടെ ആത്മാവിന് തരുന്ന ഒരു എൻകറേജ്മെൻ്റ് ഉണ്ട്. അവൻ നിങ്ങളെ ബലപ്പെടുത്തുമെന്നൊക്കെ പറയുന്നത് അത് വേറെ. നമ്മുടെ ജഡത്തിനൊരു ബൂസ്റ്റ് വേണം. എൻ്റെ ബിജു ബ്രദർ എടുക്കുന്നത് പോലുള്ള ബൈബിൾ സ്റ്റഡി, അത് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പൊങ്ങി വരുമല്ലോ. അവർ പറയുന്നത് തെറ്റാണെന്നല്ല, പക്ഷെ ഞാനത് എൻ്റെ ഉള്ളിലേക്കൊന്നും എടുക്കണ്ട. ഞാൻ ആരാണ്? ഞാൻ വെറും ഒരു പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് എടുത്തില്ലെങ്കിൽ മരിച്ചു പോകുന്ന വെറും ഒരു പൊടിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ മാർത്ത അടുക്കളയിൽ ജോലി എടുക്കുകയാണ്. യേശുവും തിരിഞ്ഞു നോക്കുന്നില്ല. സാധാരണ വീട്ടമ്മമാർ, അപ്പോൾ അപ്പന്മാരെ ഒഴിവാക്കുന്നത് നിങ്ങളുടെ എല്ലാം ഇത് തന്നെ, പക്ഷെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. വീട്ടമ്മമാർ നല്ലൊരു കറി ഉണ്ടാക്കി വീട്ടിൽ ഗസ്റ്റ് വന്നു, ഉണ്ടാക്കി വെച്ചു. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ഇയാളൊരു കമൻറ്റ് പറയുന്നില്ല. കമൻറ്റ് പറഞ്ഞില്ലെങ്കിൽ പോയി, സകല സന്തോഷവും പോയി, അത് വേറെ വശം. ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും പറയിപ്പിക്കണമല്ലോ. അപ്പോൾ ചോദിച്ചു, ഉപ്പ് കൂടുതലാണോ? അപ്പോൾ എന്തായിരിക്കും മറുപടി? അയ്യോ ഇല്ല സിസ്റ്ററെ, എന്തൊരു ടേസ്റ്റാണ്. ആ സന്തോഷമായി. അപ്പോൾ അന്നത്തേക്കുള്ള വകയായി. ജഡത്തിനുള്ള ബൂസ്റ്റ്, ജഡത്തിനുള്ള പ്രോത്സാഹനം, അത് തന്നെയാണ് മാർത്തയ്ക്ക്. അവള് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ അവളുടെ ആത്മാവിനുള്ള ബൂസ്റ്റ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പേരെന്താണ്? എൻകറേജർ. ആ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ജഡത്തിന്, എൻ്റെ മൈൻഡിന് ഒരു ബൂസ്റ്റ് വേണം. അത് ജഡത്തിൽ ഞാൻ പ്രവർത്തിക്കുമ്പോഴാണ്. ബൈബിളിൽ വ്യക്തമായി പറയുന്നു, വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയരുത്. ഒരാൾക്കൊരു വീട് വെച്ച് കൊടുത്താൽ ആരും അറിയാതെ കൊടുക്കണം. അതിന് ഫോട്ടോ എടുത്ത് നാട് മുഴുവൻ പ്രദർശിപ്പിക്കും. നിങ്ങളുടെ മകനെ ഒരാൾ ഒരു സഹായം കൊടുത്താൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്താൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്? അത് തന്നെയാണ് എല്ലാവരുടെ ഫീലിംഗ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ മാർത്തയ്ക്കൊരു ബൂസ്റ്റ് വേണം. അപ്പോൾ അവൾ വന്നിട്ട് യേശുവിനെ ഓർമ്മിപ്പിക്കുകയാണ്. അറിഞ്ഞാ ഇവിടെ മാത്രമല്ല പരിപാടി, അവിടെ കിച്ചണിൽ നടക്കുന്നുണ്ട്. ഞാൻ ആ തീയിലും പുകയിലും കിടന്ന് വേവുകയാണ്. നിങ്ങൾക്ക് വല്ല ശ്രദ്ധയുണ്ടോ? മാർത്ത യേശുവിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേല ചെയ്യുക. ആ സമയത്ത് മാർത്തയ്ക്ക് പറയാനുള്ള പരാതികളാണ്. എന്തൊക്കെ പരാതി? ആരെയൊക്കെ കുറ്റപ്പെടുത്തുന്നത്? രണ്ടുപേരെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഒന്ന് കർത്താവിന്, നിനക്ക് വിചാരമില്ല. രണ്ടാമത്തെ കുറ്റപ്പെടുത്തൽ എൻ്റെ സഹോദരിക്ക്, അവൾക്കും വിചാരമില്ല. ഇപ്പം ലോകത്തിൽ ആകെ നീതിമാൻ ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ രണ്ടുപേരും കുറ്റക്കാരാണ്. ദൈവത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് മർമറിങ്, പിറുപിറുപ്പ്, പരാതി. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, ആരും എന്നെ കരുതുന്നില്ല, സഭയിലെ വിശ്വാസികൾക്ക് ഒരു ചിന്തയും ഇല്ല. ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? പക്ഷേ വേറൊരു വ്യക്തി അവിടെ ഇരിപ്പുണ്ട്. ആ വ്യക്തി യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുക.
അവള് നിത്യജീവന്റെ മൊഴികൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പങ്കിട്ട് കൊടുക്കാനുണ്ട്. മാർത്ത എം ടി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തെങ്കിലും തായോ. പക്ഷെ മറിയ നിറഞ്ഞവളാണ്. എന്നിട്ട് യേശു എന്താ പറഞ്ഞത്? 41 വാക്യം, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കും. നീ പല മിനിസ്ട്രിയെ കുറിച്ച് വിചാരപ്പെടുകയാണ്. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, മിഷൻ ഫീൽഡുകളിലൊക്കെ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പല ദൈവദാസന്മാരും ചെയ്യുന്ന പല മിനിസ്ട്രിയും ദൈവം പറഞ്ഞിട്ടല്ല, അവർക്ക് തോന്നി ഉണ്ടാക്കുകയാണ്. എന്നെ ദൈവം ഹിമാചൽ പ്രദേശിലേക്ക് അയച്ചാൽ അവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നതോ അവർ സ്കൂൾ തുടങ്ങുന്നതോ ഒന്നും തെറ്റല്ല. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അമേരിക്കയിൽ എൻ്റെ കസിൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഒരു 25 കോടിയുടെ ഫണ്ട് ഇരിപ്പുണ്ട്, ഹിമാചൽ പ്രദേശിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ, നിനക്ക് തുടങ്ങാമോ? എൻ്റെ പൊന്നെ, 25 കോടി എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ബോധം കെട്ട് വീണു. ഒരു ഹോസ്പിറ്റലാണ് വേണേ ഹിമാചൽ പ്രദേശിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ഹോസ്പിറ്റൽ തുടങ്ങാന്നേ. ആര് പറഞ്ഞു? മാർത്ത മാർത്ത, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. വളരെയധികം ശ്രദ്ധിക്കണം. ദൈവം പറഞ്ഞിട്ടല്ലാതെ ഒരു ചുവട് ഒരു ദൈവദാസനെ വെക്കാൻ അനുവാദമില്ല. വെച്ചാൽ അതിൻ്റെ ഉത്തരവാദി ഞാൻ മാത്രമാണ്. ഞാൻ അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കണം. എന്തായിരിക്കും കോൺസിക്വൻസ്? എംപ്റ്റിനെസ്, ശൂന്യത, മനസ്സിലുള്ള ശൂന്യത. ഒടുവിൽ എനിക്ക് പരാതി പറയേണ്ടി വരും. കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ടും മനസ്സ് കലങ്ങിയിരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, 42 വാക്യം, എന്നാൽ അല്പമേ ആവശ്യമുള്ളൂ, അല്ല ഒന്നു മതിയാകും. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. 2 പേര് കാട്ടിൽ മരം മുറിക്കാൻ പോയി. ഒരു പ്രായമുള്ള പരിചയസമ്പന്നനായ ഒരു മനുഷ്യനും ഒരു ചെറുപ്പക്കാരനും. അവർ 2 പേരും 2 മരങ്ങൾ മുറിക്കാൻ തുടങ്ങി. ചെറുപ്പക്കാരൻ വളരെ ഉത്സാഹത്തോടെ മരത്തെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രായമുള്ള മനുഷ്യനാകട്ടെ കുറച്ചു നേരം വെട്ടിയിട്ട് വിശ്രമിക്കും. അതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ കോടാലി ഒന്ന് മൂർച്ച വയ്ക്കും. ഉച്ചയായപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ്റെ മരം വീണു. എന്നാൽ ആ ചെറുപ്പക്കാരൻ്റെ മരം വൈകിട്ടായിട്ടും വീണില്ല. നമ്മൾ ഇത്രമാത്രം ഓടുമ്പോൾ, പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ദൈവത്തോടുകൂടി ഇരിക്കാനും സമയമില്ലാത്ത വിധത്തിൽ ഓടുമ്പോൾ എന്താ നഷ്ടപ്പെടുന്ന അറിയാമോ? ഷാർപ്നെസ്, മൂർച്ച നഷ്ടപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് വളരെയധികം ഓടിയ മനുഷ്യനാണ്. പക്ഷേ അപ്പോസ്തലനായ പൗലോസിന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കാൻ ആവശ്യം പോലെ സമയമുണ്ടായിരുന്നു. കർത്താവ് പൗലോസ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് എല്ലാ സമയം കുറിച്ചുള്ള ഭാരമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജഡം സൃഷ്ടിക്കുന്ന പല മിനിസ്ട്രികളും നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയണം. നമ്മുടെ ഭയം സൃഷ്ടിക്കുന്ന മിനിസ്ട്രികൾ നമ്മൾ തിരിച്ചറിയണം. ചില ദൈവദാസന്മാരെ കുറേ വർഷങ്ങൾ ദൈവവേലയിലായിരുന്ന ദൈവദാസന്മാരുമായിട്ട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വേദനിപ്പിക്കുന്നൊരു വാക്കുണ്ട്, സഹോദര എന്തൊക്കെയോ ചെയ്തു, എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല, ഒരു സന്തോഷമില്ല. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് കർത്താവിലുള്ള സന്തോഷം. കർത്താവിൽ സന്തോഷമുള്ള ഒരുവനെ സംബന്ധിച്ച് അവൻ മിനിസ്റ്റർ ചെയ്താലും അവന് സന്തോഷമുണ്ട്, മിനിസ്റ്റർ ചെയ്തില്ലെങ്കിൽ സന്തോഷമുണ്ട്. ഈ മറിയുടെ ഉദാഹരണം എടുത്തേ. ഇപ്പം മറിയോട് കർത്താവ് പറയാണ്, മറിയ ഇത്രയും സമയം നീ എൻ്റെ പാദപീഠത്തിന് ദൈവനം കേൾക്കുകയാണല്ലോ, നീ ഇനി പോയി മാർത്തയെ ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മറിയ കിച്ചണിൽ നിൽക്കുന്നത്? പാട്ടൊക്കെ പാടി സ്തോത്രമൊക്കെ പറഞ്ഞ് യാതൊരു പിറുപിറുപ്പുമില്ലാതെ മാർത്ത ചെയ്ത അതേ കാര്യങ്ങൾ അവൾ ചെയ്യും.
പക്ഷെ മാർത്ത അവിടെ ചെയ്യുന്നുണ്ട്. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. പറ 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 ഉറു 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 പിറുപിറുത്തോണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്താ കയ്യിൽ തട്ടി താഴെ വീണു. ഓ ഈ കയ്യിൽ ഇരിക്കൂല. അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂച്ച വന്നൊരു പാത്രം തട്ടിയിട്ടു. ആ പൂച്ചനെ ചീത്ത വിളിച്ച്. അതെന്തിൻ്റെ ലക്ഷണമെന്നറിയാം? കർത്താവ് പറഞ്ഞില്ലേ, നരകത്തിൽ പല്ലുകടി ഉണ്ടാവും. പല്ലുകടി. ദൈവികമായ നിറവിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. മറ്റേത് പിറുപിറുപ്പ്. എന്താ കാര്യം? സന്തോഷം നഷ്ടപ്പെട്ടു. ഓ കൃത്യമായിട്ട് സപ്പോർട്ട് അയക്കത്തില്ല. അയ്യോ അവർക്ക് ഞങ്ങളെക്കുറിച്ചൊരു കരുതലുമില്ല. അയ്യോ ഈ മിഷനിൽ ചേരണ്ടായിരുന്നു. അയ്യോ ഇവിടുത്തെ ജനങ്ങളൊക്കെ കഠിന ഹൃദയമുള്ളവരാണ്. അയ്യോ ഇവരൊന്നും രക്ഷിക്കപ്പെടത്തില്ല. പരാതികളാണ്. സന്തോഷമില്ല. മടുപ്പ്. എവിടെയോ തെറ്റി. എവിടെയോ കർത്താവുമായിട്ടുള്ള ആ കണക്ഷൻ പോയി. ഒരിക്കലൊരു കുഞ്ഞ് ഒരു സായാഹ്നത്തിൽ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പട്ടം പറത്തുക. ഒരാൾ പറഞ്ഞു, അയ്യോ നിൻ്റെ പട്ടം പൊട്ടിപ്പോയി, കാണാനില്ലല്ലോ. അപ്പം പറഞ്ഞില്ല, എൻ്റെ പട്ടം പൊട്ടിയിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ നൂലിന് മുകളിലേക്കൊരു വലിയുണ്ട്. അതിൻ്റെ അർത്ഥം എൻ്റെ പട്ടം ഇപ്പോഴും എവിടെയോ ഞാൻ കാണാത്ത സ്ഥലത്തുണ്ട്. ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കുന്നവനെ സംബന്ധിച്ച് അവൻ മരണനിലിൻ്റെ താഴ്വരയിൽ കൂടെ കടക്കുമ്പോഴും അവനറിയാം നിൻ്റെ വടിയും കോലും എന്നോടുകൂടെ ഉണ്ട്. അതെന്നെ ആശ്വസിപ്പിക്കും. നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ട്. ദൈവം നമ്മളെ വിളിച്ചത് മിനിസ്ട്രിക്ക് വേണ്ടിയല്ല. ദൈവം നമ്മളെ വിളിച്ചത് തനിക്ക് വേണ്ടിയാണ്. നാം കർത്താവിനോടുകൂടെ ഇരിക്കുമ്പോൾ, കർത്താവിനോടുകൂടെ നടക്കുമ്പോൾ, കർത്താവ് നമ്മിലൂടെ ചെയ്യുന്ന കാര്യമാണ് മിനിസ്ട്രി. അത് കുറച്ച് ചെയ്യാം, അധികം ചെയ്യാം. വേദപുസ്തകത്തിൽ കുറച്ച് മിനിസ്ട്രിയും അധികം മിനിസ്ട്രിയൊന്നും ഇല്ല. അതൊക്കെ മനുഷ്യനുണ്ടാക്കിയ വ്യത്യാസങ്ങളാണ്, ജഡത്തിൻ്റെ സംഭാവനകളാണ്. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രി ജഡത്തിൻ്റെ പ്രേരണയിൽ നിന്നാണോ, അല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിച്ച് തനിക്കിഷ്ടമുള്ളതാണോ ചെയ്യുന്നത്? നമ്മൾ മാർത്തയെ പോലെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലക്കി പരാതി പറയുന്ന ഒരു സ്വഭാവമാണോ? അല്ല. ജീവിതം ഒരു സംഗീതമാക്കി മാറ്റിയ, ജീവിതം ഒരു ആരാധനയാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ്. മറിയയ്ക്ക് എപ്പോഴും അതേ ചെയ്യാനുള്ളൂ. മാർത്തയ്ക്കാണെങ്കിൽ എപ്പോഴും അടുക്കള എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരു അമ്മ വീട്ടിൽ അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ അത് ജഡീകവും യേശുവിൻ്റെ പാദമെടുത്തിരുന്ന് കേൾക്കുന്ന ആത്മീയ എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. അടുക്കളയിൽ പണി ചെയ്യുമ്പോഴും അവൾ അടുക്കളയിൽ പണി ചെയ്യുന്നത് തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമമഹത്വത്തിന് വേണ്ടി ചെയ്യും. ദൈവമായ ബന്ധത്തിൽ മാത്രമേ ചെയ്യൂ. ദൈവം ഏൽപ്പിച്ചത് മാത്രമേ ചെയ്യൂ. ജഡത്തിൻ്റെ പ്രേരണ കൊണ്ടുണ്ടാക്കുന്ന ഒന്നുമില്ല. ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ആസാമിലെ ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുകയാണ്. ആരും അറിയുന്നില്ല, അതുകൊണ്ട് പട്ടണത്തിൽ പോയി പ്രവർത്തിക്കണം എന്ന ചിന്തയിൽ പട്ടണത്തിൽ പോയി പ്രവർത്തിക്കുന്ന ഒരു രീതിയല്ല. ആരും അറിയണ്ട, ആരും കമൻ്റ് ചെയ്യണ്ട. ആരാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? കർത്താവ് പറയുന്നു, മാർത്ത, നീ ഒരുപാട് ചെയ്യുന്നു, അതിനനുസരിച്ച് ഒരുപാട് വിചാരവും നിനക്കുണ്ട്.